നമസ്കാരം. പ്രധാന വാർത്തകൾ. പാനൂരിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെയുള്ള ബോംബാക്രമണം. 5 CPM പ്രവർത്തകർക്കെതിരെ കേസ്. പാനൂർ സ്വദേശികളായ ആദർശ്, റിനീഷ്, അംബരീഷ്, വിജേഷ്, മുരളി എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. തെക്കേ പാനൂരിലെ രജീഷിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ രജീഷിന് തലയ്ക്കും കൈയിലും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിലെ പൂച്ചയെ കാണാതായി. തർക്കത്തിനൊടുവിൽ മുത്തച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പേരക്കുട്ടി. വീട്ടിലെ വളർത്തു പൂച്ചയെ കാണാതായതിനെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ മുത്തച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പേരക്കുട്ടി. ഇരിങ്ങാലക്കുട എടക്കുളം കോമ്പാത്ത് വീട്ടിൽ കേശവനെയാണ് പേരക്കുട്ടി ശ്രീകുമാർ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. തലയ്ക്കും കൈക്കും കാലിലും പരിക്കേറ്റ കേശവനെ ആദ്യം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റ കേശവനെ ശ്രീകുമാർ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ ഇരിങ്ങാലക്കുടയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് പ്രതിയായ ശ്രീകുമാറിനെ തടഞ്ഞുവയ്ക്കുകയും പിന്നീട് സ്ഥലത്തെത്തിയ കാട്ടൂർ പോലീസിന് കൈമാറുകയും ചെയ്തു. വധശ്രമം ഉൾപ്പെടെയുള്ള കേസിൽ പ്രതിയായ ശ്രീകുമാർ ലഹരിക്ക് അടിമയാണെന്നും പോലീസ് അറിയിച്ചു. സിക്കിമിൽ SKM വീണ്ടും അധികാരത്തിലേക്ക്. അരുണാചലിൽ വീണ്ടും BJP തന്നെ. സിക്കിമിൽ തുടർഭരണം ഉറപ്പാക്കി സിക്കിം ക്രാന്തികാരി മോർച്ച. 32-അംഗ നിയമസഭയിലെ 31 സീറ്റിലും SKM മുന്നിട്ട് നിൽക്കുന്നു. പ്രധാന പ്രതിപക്ഷമായ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെ നിഷ്പ്രഭരാക്കിയാണ് SKMന്റെ മുന്നേറ്റം. അതേസമയം അരുണാചൽ പ്രദേശിൽ BJP വീണ്ടും അധികാരമുറപ്പിച്ചു. 60-അംഗ നിയമസഭയിൽ 12 BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 34 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിലോടിയ വാഹനങ്ങൾക്ക് പണം നൽകാൻ തീരുമാനമായി. തെരഞ്ഞെടുപ്പിലോടിയ വാഹനങ്ങൾക്ക് പണം നൽകാൻ തീരുമാനം. 30,000 മുതൽ 50,000 രൂപ വരെയാണ് വാഹന ഉടമകൾക്ക് നൽകാനുള്ളത്. വാഹന ഉടമകൾക്ക് പണം നൽകി തുടങ്ങിയെന്ന് കാസർഗോഡ് പോലീസ് സൂപ്രണ്ട് PB ജോയ് പറഞ്ഞു. സാങ്കേതിക കാരണങ്ങളാൽ പണം എത്താൻ വൈകിയെന്നാണ് വിശദീകരണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും പണം നൽകാത്തത് വാഹന ഉടമകളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. സംസ്ഥാനത്ത് ഏതാണ്ട് 7,000-ലധികം വാഹനങ്ങളാണ് ഉടമകളിൽ നിന്നും പോലീസിനും RTOയും ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ഉപയോഗിച്ചത്. ദൂരദിക്കിലേക്ക് പോകുന്ന വാഹനങ്ങളടക്കം ഡീസലിനുള്ള പണം പോലും നൽകിയിരുന്നില്ല. 2 ആഴ്ചയോളമാണ് വാഹനങ്ങൾ ഓടിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും കാർഷികാവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കാർഷികാവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി. സെക്കൻഡിൽ 300 കനേഡി വെള്ളമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. 119.15 അടിക്ക് മുകളിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ്. കഴിഞ്ഞ 3 വർഷത്തെ പോലെ ഇത്തവണയും ജൂൺ 1 തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും വെള്ളം കൊണ്ടുപോകാൻ കഴിഞ്ഞത് തമിഴ്നാടിന്റെ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമാണ്.